കിന്നാരത്തുമ്പിലെ ഡയറക്ടർ ഇതാ നേരിട്ട് തന്നിരിക്കുന്നത് കണ്ടോളൂ. തിരുത്തണ്ട, അത് ഞാനല്ല എങ്കിലും കിന്നാരത്തുമ്പി ഇറങ്ങിയതിന് ശേഷം അത് ഭയങ്കര റീച്ച് ആയിരുന്നു ആ മൂവി. ചെന്നൈയിൽ നിന്ന് ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു, അയാളുടെ പേര് ഷക്കീല എന്നാണ്. അതിനകത്ത് അഭിനയിച്ച ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു സെൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഇറോട്ടിക് ഷോട്ടുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്ത ഭാഗങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ഒരു എക്സ്പേർട്സ് ചെന്നൈയിലുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിച്ചു, ഈ ഇത്തരം സിനിമകളുടെ ഏത് സിനിമകളുടെ ഡയറക്ടറാണ് അവർ ഓർത്തിരിക്കുന്നത്? ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഓൾ ഓവർ കേരള ഇവരുടെ മുഴുവൻ ചെലവും ഈ ഡിസ്ട്രിബ്യൂട്ടർമാർ ചിലവാക്കിയതിന്റെ 2 ഇരട്ടി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളും ഓടണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനകത്തേക്ക് ഇരിക്കുന്നതും പേന എടുക്കുന്നതും വർക്ക് ചെയ്യുന്നതും എല്ലാം. ഈ ദിലീപിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ സിനിമ തുടങ്ങുന്ന ഒരു പേപ്പറിലേക്ക് നമ്മൾ പേന എടുത്ത് വെക്കുന്ന പോലെ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും. ഇപ്പം മഞ്ജു വെച്ചായിട്ടുള്ള ഇഷ്ടം അതൊക്കെ ആദ്യം അറിയായിരുന്നു. അങ്ങനെ എന്നോട് പോലും പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഒരു സത്രാമലു ആവേശം. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അതിശയമാണ് തോന്നുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. മൂവികളുടെ മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ സ്വാഗതം നിങ്ങളെ ത്രസിപ്പിക്കുന്ന സ്വാഗതം പറഞ്ഞത് ഒരു ത്രസിപ്പിക്കുന്ന ആളാണ് കൂടുള്ളത്. അതായത് കേരളത്തിലെ ഷക്കീലെ പരിചയപ്പെടുത്തിയ ഒരു ഡയറക്ടറാണ് എന്നോടൊപ്പം ഉള്ളത്. 2000 ഇറങ്ങിയ കിന്നാരത്തുമ്പികൾ അതിന് മുന്നേ ഉണ്ട്, പക്ഷേ ഈ ആൾക്കാരിലേക്ക് കുളിർമയേകിയ ഒരു ഡയറക്ടറാണ് എന്നോടൊപ്പം ഉള്ളത്. ഇൻട്രോ ഇങ്ങനെയൊക്കെ കൊടുത്തു, പക്ഷേ ഇദ്ദേഹത്തെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് പരിചയപ്പെടാം. അഖിലേഷ് സാർ, നമസ്കാരം. നമസ്കാരം. ഞാനിങ്ങനെ ഇൻട്രോ കൊടുത്തുകൊണ്ട് കുഴപ്പമുണ്ടോ? കേരളത്തില് ഞാൻ സീരിയസ്ലി പറഞ്ഞതാണ്. കാര്യം കേരളത്തിലെ ചെറുപ്പക്കാർക്ക് രക്തഓട്ടം കൂട്ടിയൊരു സിനിമയായിരുന്നു കിന്നാരത്തുമ്പികൾ. 2000 ഇറങ്ങിയത്. അത് തൊട്ട് നമുക്ക് തുടങ്ങാം സാർ. അതിന് മുന്നേ ഉള്ള കാര്യങ്ങളുണ്ട്. ആ 2000 ആ ഒരു സിനിമ, പക്ഷെ ആ സിനിമയിൽ ഒന്നും ഇല്ലാതാനും ഞാൻ കണ്ടില്ല, പറഞ്ഞാണ്. എങ്കിലും ഇപ്പോൾ ആ ഒരു തോട്ടിൽ ഈ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആരും പ്രത്യക്ഷപ്പെടാറില്ല. ഇങ്ങനെ സിനിമ കേട്ട് ഞാനാണ് ഡയറക്ടറെന്ന്. പക്ഷേ സാറിനോട് ചോദിച്ചപ്പോൾ തന്നെ സാറ് പറഞ്ഞു, അതിനെന്താ ഞാൻ വന്നിരിക്കാം, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ചോദിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം, എനിക്ക് പറയാമെന്നും പറഞ്ഞു. സാറെ പറയാം, 2000 കിന്നാരത്തുമ്പി പറയാം. 2000 കിന്നാരത്തുമ്പികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു ഫ്രണ്ട് നിർമ്മിച്ച സിനിമയാണ്. സജീർ എന്നും സലീം എന്നും പറഞ്ഞിട്ട് ഒരു അനുജനും ജ്യേഷ്ഠനും തിരുവനന്തപുരംകാരാണ്. അവരിങ്ങനെ ഒരു സഹായം അഭ്യർത്ഥിച്ച് വന്നപ്പോഴത്തേക്ക് അന്ന് ഈ ഫുൾ ടൈം അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേറൊരു ഡയറക്ടറുണ്ട്. ആക്ച്വലി ഞാൻ ഗോസ്റ്റ് ഡയറക്ടർ എന്നാ പറയാം. ഗോസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്ന പദം യഥാർത്ഥ പേരിൽ ഒരു സംവിധായകനുണ്ടാവും. നമ്മൾ അതിന്റെ പിന്നിൽ നിന്നിട്ടായിരിക്കും ചെയ്യുന്നത്. അവരുടെ ഇൻഎഫിഷ്യൻസി ആയിരിക്കില്ല ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആ ഡയറക്ടർ തന്നെ ആയിരിക്കാം. എന്തെങ്കിലും കാരണവശാൽ അയാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് അതിനകത്തേക്ക് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ ഒരു സമയത്ത് മലയാള സിനിമ ഇൻഡസ്ട്രിക്കകത്ത് ഓടി നടന്ന്, വീട്ടിൽ പോലും വരാതെ ഓടി നടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ, ലാൽ ജോസ്. ഞങ്ങൾ രണ്ടുപേരും കമ്പനി തന്നെയാണ് ഇന്നത്തെ ലാൽ ജോസ്. അപ്പോൾ അന്ന് അയാൾ വിളിച്ചിട്ട് എന്നോട് പറയാം, ഇന്നൊരു പടത്തിന് ഞാൻ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്, നീ അവിടെ പൊക്കോണേ. അപ്പം ഞാൻ വേറെ പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയും, ഞാൻ ഈ പടം ഇത് പകുതി ആവുള്ളൂ, ഇനി 10 ദിവസം കൂടെ ഉണ്ട്, അത് കുഴപ്പമില്ല, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഇവിടെ വരികയും ഞാൻ പുതിയതിനെ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ് അയാൾ ഇട്ടിട്ട് പോകുമ്പോഴത്തേക്ക് നേരെ ഇട്ടിട്ട് പോകുന്നല്ല വേറൊരു പടത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും വീടുകളിൽ പോയിട്ടില്ല. ഒരു 5-8 വർഷം വീട്ടിൽ പോലും പോകാതെയാണ്, ഗ്യാപ്പില്ലാതെയാണ് ഞങ്ങൾ ഗൾഫിൽ പോകുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ വരാൻ പറ്റും. അപ്പം എൻ്റെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ ഏതൊരു അസോസിയേറ്റ് ഡയറക്ടറും മുഴുവൻ സിനിമയിലും വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ക്രിപ്റ്റ്, സോങ് റെക്കോർഡിങ്, എല്ലാ ഡിസ്കഷനുകളും, ഷൂട്ട്, പിന്നെ എഡിറ്റ്, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലായിടത്തും ഞങ്ങൾ ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത വിഷയങ്ങൾ വരുന്നത്. അന്ന് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സിനിമ ഇതേപോലെ ലാൽ ജോസ് എന്നെ വിളിച്ചു പറയടാ, മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗത്തെങ്ങാണ്ടാണ് അവിടെ കുളിർകാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. കുളിർകാറ്റ് അതൊരു തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു സംവിധായകനാണ്. പുള്ളി വളരെ സീനിയർ ആയിട്ടുള്ള അസോസിയേറ്റ്. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം കഥയൊന്നും ചോദിക്കാറില്ല. നേരെ അവിടെ ചെന്നിറങ്ങിയിട്ട് ലൊക്കേഷനിലാണ് ചെന്നിറങ്ങുന്നത്. അപ്പോൾ ചിലപ്പോൾ തലേ ദിവസമായിരിക്കും, ചിലപ്പോൾ 5 ദിവസം മുന്നേ, ചിലപ്പോൾ 10 ദിവസം മുന്നേ ആയിരിക്കും. അപ്പോൾ ഇതിലെന്തായിരുന്നാലും 2 ദിവസം മുന്നേ ചെന്നിറങ്ങി. അപ്പോൾ അവിടെ വന്നിറങ്ങിയ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരു ആർട്ടിസ്റ്റായിരുന്നു, കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരു ആർട്ടിസ്റ്റായിരുന്നു ഈ പറയുന്ന ഷക്കീല എന്ന് പറയുന്ന ആൾ. അതിനകത്ത് പൂർണിമയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സീരിയലുകളിലും കുറേ സിനിമകളിലൊക്കെ ചില പൂർണിമ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ മറ്റുള്ള ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുന്നതിനോടൊപ്പം തന്നെ ഷക്കീലയും പരിചയപ്പെടും. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഷൂട്ടിങ് പകുതിയായപ്പോഴത്തെ ഇതേപോലെ തന്നെ എനിക്ക് വേറൊരു സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകേണ്ടി വന്നു. പകരം അവിടെ ലാൽ ജോസ് വരികയും ആ സിനിമ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഈ പറയുന്ന പോലെ സിനിമ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ഡയറക്ടർ ഒരു JR പ്രസാദ് എന്ന് പറഞ്ഞിട്ടൊരാളാണ് പറയുന്ന കിന്നാരത്തുമ്പികളുടെ ഡയറക്ടർ. പുള്ളി നമ്പ്യാതിരിയുടെ അസിസ്റ്റൻ്റ് ആയിരിക്കും മുതൽ, നമ്പ്യാതിരി ക്യാമറമാൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളി ഒരു കൺസെപ്റ്റ് എന്ന് പറയുകയും ആ കൺസെപ്റ്റിനകത്ത് വെച്ചിട്ട് ഈ പ്രൊഡ്യൂസേഴ്സ് ചെയ്യാൻ സമ്മതിക്കും. അപ്പോൾ അവർ എപ്പോഴും എന്നോട് ചോദിക്കും, ഇങ്ങനെയാണ് പ്രോജക്റ്റ്. നമ്മൾ ചെയ്ത് ധൈര്യമായിട്ട് ചെയ്യും, നമ്മളുണ്ടല്ലോ, ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്.
അപ്പം അങ്ങനെ നായികയെ തപ്പി നടക്കുകയും അവർക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു നായികയുടെ ഈ കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന സിനിമയിൽ കൂടുതലായിട്ട് അഭിനയിക്കാനായിട്ട് ചെന്നൈയിൽ നിന്നൊരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ പേര് ഷക്കീല എന്നാണ്. മറ്റ് വേറെ വേർഡ്സ് ഒന്നും എനിക്ക് അറിയില്ല. ചെന്നൈ കോണ്ടാക്ട്സ് തരാമെന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ തങ്കച്ചൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എം ഒ ദേവസ്യയുടെ മകൻ ഒരു പ്രൊഡ്യൂസർ കം കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ തങ്കച്ചൻ ചേട്ടനും എൻ്റെ ചേട്ടനും സുഹൃത്തുക്കളാണ്. അങ്ങനെ പുള്ളിയെ കോണ്ടാക്ട് ചെയ്ത് ഇവരവിടെ പോവുകയും അങ്ങനെ തങ്കച്ചൻ ചേട്ടനെ കാണുകയും അങ്ങനെയാണ് ഷക്കീല മലയാളത്തിലേക്ക് അന്ന് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇതിലേക്ക് ജൂനിയർ കുറെ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിലുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. മീൻസ് നായികയുടെ കൂട്ടുകാർ. അതും ഇങ്ങനെയുള്ള ഒരു മൂവി തന്നെയായിരുന്നു. അത് ബാബുരാജാണ് ഇപ്പോഴത്തെ വാടിവിശാന്റെ ഹസ്ബൻഡ് ബാബുരാജാണ് എൻ്റെ കോർഡിനേറ്റർ പ്ലസ് പ്രൊഡ്യൂസർ പ്ലസ് അങ്ങനെയൊക്കെയുള്ള എല്ലാ ബാബു ഞങ്ങൾ നല്ല സൗഹൃദ വലയത്തിൽ പെട്ടതാണ്. കാര്യം ഞങ്ങളുടെ ഒരുപാട് സിനിമകളിലാണ് സൗഹൃദം ഉണ്ടല്ലോ. ഇപ്പൊ കുറെ നാളെ ടച്ചിട്ടില്ല. കാര്യം ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇങ്ങോട്ടേക്ക് മാറി. അവരെ പഴയ ആൾക്കാരൊന്നും കാണലില്ല. വിളിക്കുന്നത് നമ്മുടെ ദിലീപ് അങ്ങനെയുള്ളവരെ മാത്രമേ വിളിക്കുള്ളൂ. അപ്പം പറയുന്നത് ഈ ഷക്കീല അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും പിന്നെ ആ സിനിമയുടെ കുറച്ച് പോർഷൻസ് ഞാൻ വന്ന് അവരെ അവസാനം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാര്യം പടം വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് പോയപ്പോഴത്തേക്ക് സെൻസർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനായിട്ട് ഷക്കീല കൊണ്ടുവന്നു ഞാൻ ഒരിക്കലും പറയില്ല, ഞാനായിട്ട് അവകാശപ്പെടുകയില്ല. അല്ല സാറ് കൊണ്ടുവന്നല്ല എങ്കിൽ പോലും അത് ഇതെല്ലാം നമ്മുടെ മലയാളികൾ പറയാൻ 6 മൂവീസ് എന്നാണ് പറയാനുള്ളത്. പണ്ട് ബ്ലൂ ഫിലിം എന്ന് പറയാൻ 6 മൂവീസ് എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയുള്ള മൂവി ചെയ്യുമ്പോഴും നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം സാറിനെ ബാധിച്ചിട്ടുണ്ട്? കാര്യം നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ വീട്ടിൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ചെയ്യുന്നുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കിന്നാരത്തുമ്പി ഇറങ്ങിയതിന് ശേഷം അത് ഭയങ്കര റീച്ചായിരുന്നു ആ മൂവി. അത് ഭയങ്കര റീച്ചായിരുന്നു. എനിക്കൊന്ന് 1 വർഷം വരെ ഓടിയ തിയേറ്ററുകൾ അല്ലെങ്കിൽ സ്ഥലങ്ങളോ വരെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് സാറിനുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞു കേട്ടിട്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇതിന് പോകുന്നതെന്നൊക്കെയുള്ള ആരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ അറിയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അറിഞ്ഞോ സാറാണ് ചെയ്തതെന്നുള്ളത്? അറിയാത്തവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ചെയ്തത്. ഇപ്പോൾ മറ്റു പല സിനിമകളിലും ചെന്നിട്ട് ഇങ്ങനെ റേപ്പ് സീൻസോ അല്ലെന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ടു റേപ്പ് ഒക്കെ വരുന്ന സമയത്ത് ഇവരിങ്ങനെ പേടിക്കും ആർട്ടിസ്റ്റുകളൊക്കെ, പല പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകൾ. അപ്പോൾ അവരോട് ഞാൻ അങ്ങോട്ട് പറയുന്നത് ആ സിനിമയിൽ വന്നതിനോളം ഈ സിനിമയിലൊന്നുമില്ല. അപ്പോൾ അത് ഏത് ചെയ്യണമെന്ന് നമുക്ക് നല്ല ധാരണ ഉള്ളതുകൊണ്ട് നിങ്ങൾ പേടിക്കുക വേണ്ട. അവരെ കംഫർട്ട് സോണിൽ നിർത്തിയിട്ട് മാത്രമേ നമ്മളിത് ചെയ്യാറുള്ളൂ. എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും അതുണ്ട് എന്നുള്ള സംഗതി അല്ല ഞാൻ ഈ പറയുന്നത്. ചില ഏരിയകൾ വരുമ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനൊരു സാധനം പറയേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊഴിലാണ്, മനസ്സിലായില്ലേ? എപ്പോഴും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഈ കാണാൻ കുഴപ്പമില്ലാത്ത ഭാഗങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ബിസിനസ്സിന് വേണ്ടി മറ്റു പല സംഗതികൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്പേർട്സ് ചെന്നൈയിലുണ്ട്, മനസ്സിലായില്ലേ? അവരെ അങ്ങ് ഏൽപ്പിക്കും. അത് നമ്മളെ ഏൽപ്പിക്കേണ്ട, അതിൻ്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് വരുന്നവർ തന്നെയാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് വേണ്ട ഭാഗങ്ങൾ അവർ ഷൂട്ട് ചെയ്യുകയും അവർക്ക് ആവശ്യമുള്ള അങ്ങ് എടുക്കുകയും ചെയ്യും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാത്തരം സിനിമകളുണ്ട്. ഫൈറ്റ് മൂവി ഉണ്ടാവാം, ഫൺ മൂവീസ് ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നു പോകുന്ന സിനിമകളുടെ കൂട്ടത്തിൽ ഒരു സിനിമയായിട്ട് മാത്രമേ എനിക്ക് ഇന്നത്തെ മുമ്പുള്ള ഞാൻ കണ്ടു. പക്ഷേ പ്രേക്ഷകരായിട്ടുള്ളെങ്കിലും സമൂഹത്തിലുള്ളവരൊക്കെ നിങ്ങളൊരു കാര്യം ആലോചിച്ചു, ഈ ഇത്തരം സിനിമകളുടെ ഏത് സിനിമകളുടെ ഡയറക്ടറാണ് അവർ ഓർത്തിരിക്കുന്നത്? അത് ശരിയാണ്. പക്ഷെ ഇപ്പോ കിന്നാരത്തുമ്പി ഡയറക്ടർ ആരാന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ വരുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. സാർ ഈ പറഞ്ഞല്ലോ എന്താണ് JR പ്രസാദ് എന്ന് പറയുന്നത്. അതല്ല, ഡയറക്ടറിന് പകരം ഇരിക്കുന്ന ഈ ഇൻവിസിബിൾ മാൻ എന്നൊക്കെ പറയുന്ന ഡയറക്ടറുടെ പേര് പറഞ്ഞല്ലോ സാർ. ഇപ്പോൾ അങ്ങനെ ഒരു 22 സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. പല പ്രഗത്ഭരായ സംവിധായകരുടെയും പിറകിൽ നിന്നുകൊണ്ട് ചെയ്ത് കൊടുക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല, അത് നമ്മുടെ ജോലിയാണ്. നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റുമല്ലോ, പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുമല്ലോ. പിന്നെ അന്ന് ഇങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. എന്താ പറയുന്ന ഇന്നത്തെ പോലെയല്ല അന്നത്തെ സിനിമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഡയറക്ടർക്ക് സുഖമില്ലാതെ വന്നാൽ പോലും വിളിക്കും, വന്നൊന്ന് 2 ചെയ്തേക്കണേ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മളെ അംഗീകരിക്കലും കൂടെ അല്ലേ. അതെ. അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞൊരു 5-6 വർഷം മുമ്പ് തലേ ദിവസം ഒരു ഡയറക്ടർക്ക് പെട്ടെന്ന് സുഖമില്ലാതാവുകയും പുള്ളി ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഒന്നും ചെയ്യാനില്ല ബാക്കി. അപ്പോൾ പുള്ളിക്ക് തോന്നി ഇന്ന ആളിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ആരും അറിയാതെ അങ്ങ് നടന്നോളും. മീൻസ് പുള്ളിക്ക് ബുദ്ധിമുട്ടാത്ത രീതിയിൽ പുള്ളി കൺസീവ് ചെയ്തിരിക്കുന്ന രീതിയിൽ നടന്നോളും എന്നുള്ളതുകൊണ്ട്
ഒരു ഫുൾ ലെങ്ത് സിനിമ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു സത്യം. അതേത് മൂവിയാണത്? അത് ഞാൻ പിന്നെ പറയാം. അത് കൊമേഴ്ഷ്യൽ മൂവി തന്നെയായിരുന്നു. പക്ക കൊമേഴ്ഷ്യൽ സ്റ്റാർ വാല്യൂ ഉള്ള മൂവി ആണ്. അപ്പൊ അത് പറയാൻ ബുദ്ധിമുട്ടുള്ളത് മറ്റേ ഡയറക്ടറിന് വിഷമം തൊട്ടെന്ന് അതെ. കാര്യം എന്ന് പറഞ്ഞാല് പുള്ളി അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആ ഒരു വിശ്വാസം നമ്മൾ കീപ്പ് അപ്പ് ചെയ്യും. ഒരിക്കലും നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്യുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ വെച്ചാൽ ശരിയാവുമെന്ന് പറയുക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇങ്ങനെ മതിയോ എന്നേ നമ്മൾ ചോദിക്കാറുള്ളൂ. അതിൽ കൂടുതൽ വേണമെങ്കിൽ അവർ നമ്മളോട് പറയും, അതല്ല കുറച്ചുകൂടി ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഓക്കെ അങ്ങനെ. അല്ലാതെ ഓവർടേക്ക് ചെയ്യാനോ അങ്ങനെ നമ്മുടെ ഒരു പ്രതിഭ തെളിയിച്ചിട്ട് അവിടെ നിന്ന് അടുത്ത പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല. അങ്ങനെ ഇൻറ്റൻഷനലി നമ്മൾ ചെയ്തിട്ടേ ഇല്ല. ഒരു എന്താ പറയുക സൗഹൃദങ്ങൾ മാത്രമേ ഞങ്ങളൊന്ന് നോക്കിയിട്ടുള്ളൂ. അല്ലെ എന്തെങ്കിലും അതിനകത്ത് അഭിനയിച്ച നടൻ നായകൻ ആരാന്ന് പറയാമോ? കാരണം അത് അദ്ദേഹം തന്നെ ഒത്തിരി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടാകാം. അതിലൊരു സിനിമയായിരിക്കും സാറാ പോയി ചെയ്തത്. അതൊരു നായകൻ മെയിനായിട്ടുള്ള സിനിമയല്ല, നായിക പ്രാധാന്യമുള്ളൊരു സിനിമ. ലീഡിങ് ഫീമെയിൽ ഓറിയന്റഡ് മൂവിയാണ്. അതാരായിരുന്നു അത്? അത് പിന്നെ പറയാം. ആ ഒരു പേര് പറഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ അറിയാൻ പറ്റും, ഇൻഡസ്ട്രി മുഴുവൻ അറിയാൻ പറ്റും. പുറമെ ഞങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും അത് ചിലപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരും കാണും, സെർച്ച് ചെയ്ത് പോകും. പുള്ളി കൂടുന്ന വാക്കാം അത് പറയില്ല. ആണല്ലേ? അപ്പൊ ഈ നമ്മള് ഈ സിനിമ എടുക്കുമ്പോ തന്നെ ഷക്കീലയുടെ കൂടെയുള്ള ഒരാൾക്കാരാണ് രേഷ്മ, മറിയൊക്കെ. അപ്പൊ ഇവരൊക്കെ വെച്ചിട്ട് പടങ്ങൾ എടുത്തിട്ടുണ്ടോ? ഇവരൊക്കെ വെച്ചിട്ട് എടുത്തിട്ടില്ല. ഷക്കീലയുടെ മാത്രമേ എടുത്തിട്ടില്ല. ഇവരുടെ 3 പേരിൽ ഷക്കീല മാത്രമേ വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷെ ആ ഒരു ധൈര്യം, കാര്യം വെച്ചാൽ ചെയ്യുമ്പോൾ സാറ് തന്നെ പറഞ്ഞു ഞാൻ എടുക്കേണ്ട പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, അവർക്ക് ആവശ്യമുള്ള അവർ ചെന്നൈ വെച്ചിട്ടാണ് എടുക്കുന്നതെന്ന്. അപ്പൊ ആ പോർഷനോട് ഇതിനകത്ത് വരുമ്പോൾ സാർ ചോദിച്ചിട്ടുണ്ടോ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത്? അതിന് ഞാനല്ലല്ലോ സുഹൃത്ത്, അതിന്റെ സംവിധായകൻ. എങ്കിലും നമ്മൾ പേഴ്സണലി ചോദിച്ചിട്ടുണ്ടോ? ഡയറക്ടറെ സാറ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? അവർ കച്ചവടമാവണം, അത് ഞാൻ പറയാം, എല്ലാ സഹായങ്ങളാണല്ലോ. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു നായികയുടെ പേര് പറഞ്ഞു കൊടുക്കാനും അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ. ഓരോ ദിവസം ഷൂട്ടിന് ഡിലേ ആവും തോറും അവരുടെ പൈസ പോകുന്നുള്ളത് കൊണ്ട് നമ്മളങ്ങനെ പലർക്കും പല നായികമാരെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഈ സിനിമയ്ക്ക് പറ്റിയ അത് സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും അവരോടൊപ്പം നിൽക്കുന്ന ഒരു നായിക വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കൃത്യമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു. പക്ഷേ സാർ ആ സിനിമ കാണിച്ച വല്ലാത്തൊരു ചതിയായിപ്പോയി കിന്നാര തുമ്പികൾ കേട്ടോ. ആ സിനിമ സാറും കണ്ടു കാണും, ഒരു ഫസ്റ്റ് ട്രയൽ തന്നെ കണ്ടു കാണും. കണ്ടിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒരു സഹായിച്ചു കണ്ടിട്ടുണ്ട്. നമുക്കറിയാലോ എങ്ങനെ സെൻസർ ചെയ്തപ്പോൾ സാറാ സെൻസർ ചെയ്യാൻ സഹായിച്ചത്. അതിനകത്ത് കുറെ ചെറുപ്പക്കാര് ആകാംക്ഷയോടെ കാത്തിരുന്നു അവസാനം എന്റെന്ന് വന്നു. എന്റെന്ന് വന്നപ്പോഴത്തേക്കും ഞാൻ കേട്ടൊരു കാര്യമാണ്, തിയേറ്ററിൽ പുറത്തിറങ്ങിയിട്ട് ഞാൻ അന്നേരമല്ല കുറെ വർഷങ്ങൾക്ക് ശേഷം കേട്ടൊരു കാര്യമാണ്. അത് ആ സിനിമ ആരും പോയി കാണരുത്, ആ സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നൊന്നുമില്ല, പോസ്റ്റർ വെറും ഫേക്കാണെന്ന്. അത് സാറ് ഞാൻ ചോദിക്കുന്നത് അത് ഈ പറഞ്ഞ ചെറുപ്പക്കാർക്ക് ഏറ്റവും വലിയ നിരാശപ്പെടുത്തിയൊരു സിനിമയും കൂടെ ആയിരുന്നു. കണ്ട് ഇറങ്ങിയതിനു ശേഷം തരംഗമുണ്ടെങ്കിലും നിരാശപ്പെടുത്തിയ സിനിമയും കൂടെ ആയിരുന്നു. അപ്പൊ ഈ സെൻസർ ചെയ്ത കൂട്ടത്തിൽ ഒത്തിരി കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ടോ? അല്ലല്ല, ആ സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി സാമ്പത്തികമായിട്ട് അതിച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നൊരു സിനിമയാണ്. കാര്യം കാശുള്ളൊരു പ്രൊഡ്യൂസർ അല്ലായിരുന്നു. ചില സൗഹൃദങ്ങളുടെയും ചില ബന്ധങ്ങളുടെയും പുറത്താണ് അവർ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നത്. വല്ലാത്തൊരു ക്രിട്ടിക്കൽ ഏരിയ വന്നപ്പോൾ ഈ സിനിമ നമ്മളല്ലേ അതിൻ്റെ മുഴുവൻ ഭാഗവും ഞാനല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വല്ലാത്തൊരു സിറ്റുവേഷൻ എത്തിയപ്പോഴത്തേക്ക് മാത്രമേ ഞാൻ ആ സിനിമയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളൂ. അത് പ്രത്യേകിച്ചും സലീം കുമാർ അഭിനയിച്ച പോർഷൻ, പിന്നെ ജയരാജൻ അമ്പാടി എന്ന് പറഞ്ഞിട്ട് ലോഹിദാസിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ആളായിരുന്നു ഈ എന്ന് പറഞ്ഞ ഒരു മെയിൻ വേഷം ചെയ്തത്. ലെങ്ത് ഇല്ലായിരുന്നു ആ പടത്തിൽ, ലെങ്ത് കുറവായിരുന്നു. അപ്പോൾ സെൻസർ ചെയ്യാനായിട്ടുള്ള മിനിമം സമയത്തിനും ഒരു 10 മിനിറ്റോളം കുറവായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറേ ഭാഗങ്ങൾ നമ്മൾ എന്ന് പറയുന്ന ഡ്യൂപ്പ് പ്രിൻ്റ് എന്ന് പറയും, ഡ്യൂപ്പ് അടിച്ചിട്ട് മെമ്മറി പോലെ ആക്കി അങ്ങനെയാണ് ലെങ്ത് കൂട്ടി എടുത്തിട്ടാണ്. അതാണ് നമ്മൾ സെൻസർ ചെയ്യാൻ സഹായിച്ചു. നല്ല ഉള്ള ഭാഗം കാണിക്കാതെ സെൻസർ ചെയ്തു എന്നുള്ള സംഗതിയല്ല. അല്ല, ഇപ്പം ഈ പറഞ്ഞ പോലെ ആൾക്കാർ ആകാംക്ഷകൾ കാത്തിരിക്കുമല്ലോ. അതുപോലെ വേറൊരു കഥ കേട്ടിട്ടുണ്ട്, അതിനകത്ത് അഭിനയിച്ച ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. വെറുതെ പറയും, ചുമ്മാണല്ലോ. കണ്ണൂരുള്ള പയ്യനാണ്. ആണല്ലേ? അവന്റെ അമ്മയോടൊപ്പം അഭിനയിക്കാൻ വേണ്ടി ഒന്നുണ്ട്. ആ സമയങ്ങളിലെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷവും അറിയാൻ കഴിഞ്ഞത് ആത്മഹത്യ ചെയ്തെന്നുള്ളത്. ആത്മഹത്യ ചെയ്തത് വേറെ ഏതോ ഒരു നടനാണ്. ഈ പയ്യൻ ആത്മഹത്യ ഇല്ല. പിന്നെ ഞങ്ങളിപ്പോൾ ഇപ്പോൾ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ ആ സമയങ്ങളിൽ ഒരു 5 വർഷത്തോളം നമ്മൾ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സിനിമ ഇറങ്ങി 5 വർഷത്തിനകത്ത് വെച്ചിട്ട് ആൾ ആത്മഹത്യ ചെയ്തിട്ടില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാമല്ലേ? പക്ഷേ ആ സിനിമ കേരളത്തിൽ തരംഗം കൊണ്ടുവന്നൊരു സിനിമയായിരുന്നു.
അതിന് കൂടെ തന്നെ എന്തുകൊണ്ട് തരംഗമായെന്ന് എന്തേ ചോദിച്ചില്ല നിങ്ങൾ? ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. അത് എന്തുകൊണ്ടാണ് തരംഗമായെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. കാര്യം ഒന്ന് ആ പോസ്റ്റർ, കാര്യം ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത്, അതായത് ഷക്കീലയുടെ കുറേ പോസ്റ്റർ നമ്മൾ സ്പെസിഫിക്കലി നമ്മൾ ചെയ്യുന്ന കുറേ പോസ്റ്ററുകളുണ്ട്, അത് ആ പോസ്റ്റർ കണ്ടിട്ടാണ് ആൾക്കാർ കയറുന്നത്. പക്ഷേ ആ വർഷം തൊട്ട് തരംഗമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാറ് ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് തരംഗമായത്, അതെന്തുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിക്കുക എന്തുകൊണ്ടാണ് തരംഗമായത്. ആൾക്കാർ തിയേറ്ററിലേക്ക് വരാൻ കാരണം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഒരു 6 ഷീറ്റ്, 6 ഷീറ്റ് 4 ഷീറ്റ് 2 ഷീറ്റ് അങ്ങനെയാണ് ഈ പോസ്റ്റർ. അപ്പോൾ ആ 6 ഷീറ്റിനകത്ത് ഷക്കീലയുടെ ഫോട്ടോ ആദ്യം ഇവിടെ വരുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടറെ കാണിക്കാൻ വേണ്ടി കുറേ ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസറുടെ കയ്യിൽ കിട്ടിയ ആദ്യത്തെ ഫോട്ടോകളിൽ ഒന്ന് ഏറ്റവും മനോഹരമായ ഫോട്ടോ ആയിരുന്നു ആ ഷക്കീലയുടെ നിങ്ങൾ 6 ഷീറ്റിൽ കണ്ട ഫോട്ടോ. അഭിനയിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോ ആണ് അത്. അഭിനയിക്കുമ്പോഴത്തേക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത ഫോട്ടോ ആയിരുന്നു ആ ഫോട്ടോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഡിസൈനറുടെ കഴിവാണ് ആ പോസ്റ്റർ എന്ന് പറയുന്നത്. ഫോട്ടോഷൂട്ടിലുള്ള ഫോട്ടോസാണ് അതിനകത്ത് പ്ലേസ് ചെയ്തിരുന്നില്ലേ? അവർ ചാൻസ് ചോദിച്ച് പലരും കൊടുക്കുന്ന കൂട്ടത്തിൽ എടുത്തൊരു ഫോട്ടോ തന്നെയാണ് ഈ ഫോട്ടോ എന്ന്. അത്രേ ഉള്ളൂ. ആ 6 ഷീറ്റിൽ അവരുടെ തല മാത്രമേ ഉണ്ടാവൂ. അല്ലാതെ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു, കാരണം ഡിസ്ട്രിബ്യൂട്ടറെ ജീവിച്ചിരിപ്പുണ്ട്, ഒരു വൾഗർ പോസ്റ്റർ ഇല്ലായിരുന്നു ആ സിനിമയ്ക്ക്. ആ ഒരു 6 ഷീറ്റാണ് പടത്തിന് രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്ന്, അത് തിയേറ്ററിലേക്ക് ആൾക്കാർ എത്താനുള്ള കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നാളുകൾക്ക് ശേഷം, ഏകദേശം 10-25 വർഷത്തിന് ശേഷം ഒരു ഇറോട്ടിക് മൂവി മലയാള സിനിമയിൽ വരികയാണ്. അങ്ങനെ ഇറോട്ടിക് മൂവി ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയൊന്നും അല്ല ആ സിനിമ ഉണ്ടായത്. അപ്പോൾ ആ ഡയറക്ടർ മനസ്സിലുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു തകര പോലത്തെ ഒരു സിനിമ, ഒരു ഭരതൻ ടച്ചിലുള്ള ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുകയും നമ്മളോട് കഥ പറയുന്നതും. അപ്പോൾ ആ കഥ കേട്ടപ്പോഴത്തേക്കും ഒരു ചെറിയ ബജറ്റിലൊക്കെ ഒതുങ്ങുന്ന സിനിമ എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രൊഡ്യൂസേഴ്സിനോട് ആ ചെയ്തു ആളിയ അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ ചെയ്തോളെ, കുഴപ്പമില്ല, ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിങ്ങളുടെ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ്. പിന്നെ ആ പ്രസാദിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാമെന്നുള്ളത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പിംഗ്, ഒരു പ്രത്യേകതരം ലാൻഡ്സ്കേപ്പിങ്ങിനകത്ത് വരുന്നൊരു സിനിമയാണ് അവർ ഉദ്ദേശിച്ചതും ചെയ്തതും ഒക്കെ. പക്ഷേ പടം റിലീസാകുന്ന സമയത്ത് കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് അതിനകത്ത് ഈ പറയുന്ന അഭിനയിച്ചിട്ടുള്ള ഒരു മനുഷ്യനെയും നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ കച്ചവടം ആവില്ല. അപ്പോൾ കച്ചവടമാകുന്ന ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർമാരാണ്. കുറച്ച് എന്താ എക്സ്പ്രസ് ചെയ്യുന്ന സാധനങ്ങളുണ്ടെങ്കിൽ ഈ പടം പെട്ടെന്ന് ബിസിനസ് ആകും എന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് തോന്നുന്നു ആ സിനിമ കച്ചവടം ആവുന്നത് വെറും 2 ലക്ഷം രൂപയ്ക്ക് എങ്ങാണ്ടാണ് അന്നത്തെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നത്. ഇതിന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് വിക്രത്തിൻ്റെ സേതു സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നതായിരിക്കും ഇനി കുറച്ച് രസകരമായിട്ട് തോന്നുന്നത്. കാരണം സേതു സിനിമ ചെയ്തു വെച്ചിട്ട് എടുക്കാൻ ആളില്ല, ആ സിനിമ റിലീസ് ചെയ്യാൻ ആളില്ലായിരുന്നു. അവസാനം പ്രൊഡ്യൂസർ എങ്ങാണ്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് 5 സ്റ്റേഷനിലോ 10 സ്റ്റേഷനിലോ എങ്ങാണ്ട് റിലീസ് ചെയ്യുകയും അതൊക്കെ വലിയ ചരിത്രമായിട്ട് നെറ്റിലുണ്ട്. പക്ഷെ നമുക്കത് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ അതിങ്ങനെ ആൾക്കാർ പറഞ്ഞു 100 പ്രിന്റ് വൻ ഹിറ്റായി മാറി. അതേ അവസ്ഥ തന്നെയാണ് ഈ സിനിമയ്ക്ക്. എടുക്കാൻ ആളില്ലായിരുന്നു. അവസാനം ഡിസ്ട്രിബ്യൂട്ടർ താല്പര്യം, ഇവരുടെ കാശുമില്ല, ഡിസ്ട്രിബ്യൂട്ടർ താല്പര്യം എടുത്തിട്ടാണ് ഈ സിനിമയ്ക്ക് വരുന്ന കച്ചവടമാകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോർഷൻസ്, അതും ഭീകര സംഗതികളൊന്നുമില്ല, ഇതിനകത്ത് ഇല്ലാത്ത ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന കുറച്ച് പോർഷൻസ് ചെന്നൈയിൽ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യുകയും അത് സെൻസേർഡാണ്. അതും കൂടെ ആലോചിച്ചു, സെൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഇറോട്ടിക് ഷോട്ടുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് വെച്ചിട്ട് തിയേറ്ററിലേക്ക് വരുമ്പോൾ ആൾക്കാർക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഇത്രയും വർഷത്തിന് ശേഷം, അന്ന് നമ്മുടെ മൊബൈലിലോ അല്ലെന്നുണ്ടെങ്കിൽ നെറ്റിലോ ഇത്തരം ഒരു സാധ്യതകളില്ലാതിരുന്ന സമയത്താണ് എന്താ പറയുക, വമ്പൻ സിനിമകളുടെ ഇടയിൽ ഈ ഒരു സിനിമ വന്നിറങ്ങി ഞെട്ടിക്കുന്ന കളക്ഷനായിരുന്നു. ഭയങ്കര കളക്ഷനായിരുന്നു. അതായത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഓൾ ഓവർ കേരള ഇവരുടെ മുഴുവൻ ചിലവും ഈ ഡിസ്ട്രിബ്യൂട്ടർമാർ ചിലവാക്കിയതിൻ്റെ 2 ഇരട്ടി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു. സ്റ്റാർട്ടിങ്ങിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നത് 9 പ്രിൻ്റോ 8 പ്രിൻ്റാണ് ഓൾ ഓവർ കേരള റിലീസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഈ സിനിമയുടെ പ്രിന്റിന് വേണ്ടി അടിയായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവർ അധികം പ്രിൻ്റൊന്നും എടുത്തിട്ടില്ല. ഒരു 25 പ്രിൻ്റുകളിലേക്ക് സാധനം മാറുകയും ഇതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് മാറുമല്ലോ. പക്ഷേ ഈ 2 ആഴ്ചയും ഭീകര കളക്ഷനുകളാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സിനിമ കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ നേരിട്ട് അറിയാന്നുള്ള അന്ന് സാറേ, അന്ന് ഈ പറഞ്ഞ റിവ്യൂ ഒക്കെ എടുക്കാൻ ആൾക്കാരുണ്ടെങ്കിലേ എനിക്ക് തോന്നുന്നു കിന്നാരത്തുമ്പിയുള്ള ഒറ്റ ദിവസം കൊണ്ട് ആൾക്കാർ കാണാതെ പോയാൽ ഒറ്റ റിവ്യൂല്. കാര്യം ഇന്നിപ്പോൾ ഫേസ്ബുക്കിലൂടെ റിവ്യൂസ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, ആ റിവ്യൂല് പറയും പോയി കാണല്ലേ, പോസ്റ്റർ ഉള്ളതൊന്നും ഇല്ല, ഈ പോസ്റ്റർ കണ്ടിട്ടാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറിയിരിക്കുന്നത്.
എൻ്റെ ചേട്ടന്മാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ആ ഞങ്ങൾ ഗ്യാങ്ങായിട്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ആ പോസ്റ്റർ കണ്ടാണ് അവിടെ കയറിപ്പോയിരുന്നിട്ട് 2-3 ചീത്ത, അത് ബീപ ഇടാൻ പറ്റത്തുള്ളൂ, ബീപ് ബീപ് സൗണ്ട് ഇടാൻ പറ്റൂ, കയറിയിട്ട് അതിനകത്തൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഒന്നുമില്ല. പക്ഷേ സാറ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു ടെക്നിക്കാണെന്നുള്ളതും. ക്ലീവേജ് കാണിച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണ്, ഷക്കീലയുടെ പോസ്റ്ററാണ് പോസ്റ്ററിൽ വന്നിരിക്കുന്നത്. പക്ഷെ അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ആ സമയത്ത് അന്നും ഈ ഹിന്ദി സിനിമകളും മറ്റുള്ള തമിഴ് സിനിമകളിലേക്കും വരുന്ന അത്രയും ഡെപ്ത് മാത്രമേ ഇതില് അതെ തീർച്ചയായിട്ടും ഇതിനകത്ത് എന്തോ അധികമായിട്ട് ഉണ്ടാവും എന്ന് കരുതി ആകാംക്ഷയോടെ ആ കഥയുടെ സ്വഭാവം കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ മലയാളത്തിൽ ഒന്ന് ധൈര്യക്കുറവുണ്ടല്ലോ, മലയാളത്തിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഉള്ള സംഗതി നിലനിന്നിരുന്നു. ചില വ്യവസ്ഥകളുടെ പുറത്താണല്ലോ മലയാള സിനിമ ഇതിങ്ങനെ കാണിച്ചാൽ എങ്ങനെ ശരിയാവും. അപ്പം അത് ബ്രേക്ക് ചെയ്തതിൻ്റെ ഒരു സംഗതി ആ സിനിമയ്ക്കകത്തുണ്ട്. ഇത്രയൊക്കെ ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ ഒരു പൂരമായി മാറുന്നുള്ളൂ. പല എണ്ണം പറഞ്ഞ മലയാളത്തിലെ വലിയ നിർമ്മാതാക്കളൊക്കെ പേര് മാറ്റിയും പേര് വെക്കാതെയും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അവർ കാശുണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം അതിനുശേഷം ഉണ്ടായിരുന്നു. ഇതിനകത്ത് രസകരമായിട്ടൊരു കാര്യം സാറിനോട് പറയാം. കൊട്ടാരക്കര ഒരു ചേട്ടനുണ്ട്, പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞത്, എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. ഇപ്പം ഈ സിനിമ കണ്ടിറങ്ങിയിട്ട് ബാക്കിയുള്ള ഞാനൊരു 10ാം ക്ലാസ്സൊക്കെ ആയ സമയത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പം പുള്ളി അങ്ങോട്ട് കയറിയത് തലയിൽ കൂടെ ഇങ്ങനെ തോർത്തിട്ട് ഒളിച്ചൊക്കെയാണ് കയറിയതും, തിരിച്ച് തോർത്തിടത്തിൽ ആവശ്യമായിട്ട് ഇട്ടുകൊണ്ട് തിരിച്ചിറങ്ങി വന്നു. അപ്പം മറ്റുള്ളവർ ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞതെന്ന് വെച്ചാൽ, ലാലേട്ടൻ്റെ വിട്ടൊരു പടം തന്നെ ധൈര്യമായിട്ട് കയറിക്കണ്ടോ എന്നുള്ള ലാഭത്തിലാണ് പുള്ളി പറയുന്നത് പറഞ്ഞു. പക്ഷെ അതിനകത്ത് ഒരു രസമുണ്ട് പുള്ളി പറഞ്ഞതിനകത്ത്. ഇപ്പം ഈ സാറ് പറഞ്ഞ ഈ പോസ്റ്ററും സിനിമയും തമ്മിൽ നോക്കുമ്പോൾ ആൾക്കാർ കയറുമ്പോൾ ഒരു ആകാംക്ഷ, തിരിച്ചിറങ്ങുമ്പോൾ ഒരു നിരാശ, അതാണ് അവിടെ പ്രകടിപ്പിച്ചത്. അപ്പൊ സാർ ഈ പ്രസാദ് തന്നെ അതിന് ശേഷം കാര്യം അയാൾക്കും പേര് കിട്ടിയല്ലോ, കാര്യം ഓഡിയോ സിനിമ ഇടാറുള്ളത്. പുള്ളി അതിനുശേഷം വേറൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ വേറൊരു ലവ് സ്റ്റോറി തന്നെയാണ് ചെയ്തത്. ആളിൽ വിജയ് മേനോനൊക്കെയാണ് അഭിനയിച്ചത്. അത് ഈ പറയുന്ന പോലെ പുള്ളി ഒരു സോഫ്റ്റ് മൂവിയുടെ ആളാണ്, ലൈറ്ററായിട്ട് കഥ പറയുന്ന ഒരാളാണ്. അത് ഈ പറയുന്ന പോലെ അതിനകത്തും ആർട്ടിസ്റ്റ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടോ അത് ഓടിയിൽ ആരും ഇട്ട് അറിഞ്ഞതുമില്ല. പുള്ളിപ്പോൾ സൈലൻ്റായി, പുള്ളിപ്പോൾ മറ്റു സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു അറിവ്. അപ്പം ഇതെന്തോ പറയുന്ന ഒരു പുതിയ തുടക്കം കിട്ടിയതുകൊണ്ടാണ് അതങ്ങ് ഹിറ്റായത്. പിന്നെ അതങ്ങ് ട്രെൻഡായി മാറി അതിൻ്റെയൊക്കെ വർസ്റ്റായിട്ടുള്ള വേർഷനുകളിലേക്ക് നമ്മൾ കാണുകയും ചെയ്യുന്നു. അതൊക്കെ ചരിത്രം അറിയാമല്ലോ. ഇപ്പം അതിനോട് ആർക്കും താല്പര്യമില്ല. ഇപ്പം പക്ഷേ ഇപ്പം വലിയ ഇൻഡസ്ട്രിയായി മാറിയുന്നേ. ചെന്നൈയിൽ പോകുമ്പോഴത്തേക്ക് ഒരേ സമയത്ത് തന്നെ ഇവിടെ ഇപ്പോൾ 22 സീരിയലിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ അവിടെ 22 സിനിമകൾ അറ്റ് എ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ മറ്റുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും പലരും രാവിലെ 6 മണിക്ക് ഷൂട്ട് കഴിഞ്ഞ് വരുന്ന കാണുന്നവരുണ്ട്, ചിലർ രാത്രി 12 മണിക്ക് ഷൂട്ടിന് പോകും. കാര്യം അങ്ങനെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ട് പോയിട്ടാണ് ഞാൻ പറഞ്ഞത്. ചെന്നൈയുടെ പല ഭാഗങ്ങളിലും 20ഓളം സിനിമകൾ ഒരേ സമയത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇതുകൊണ്ട് കുറേ പേര് രക്ഷപ്പെടുകയും ആരും നശിച്ചു പോയെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. അല്ല, ഇപ്പോൾ ഷക്കീല മാഡത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുണ്ടായി, അവരിപ്പോൾ എനിക്കൊന്നും അത് സാറിനെ ബാധിക്കുന്ന കാര്യമല്ല എങ്കിൽ പോലും അവർ അഭിനയിക്കാൻ വന്ന സമയത്ത് ആദ്യ സമയത്ത് അവർക്ക് 16 വയസ്സിലോ 16 വയസ്സിലോ 17 വയസ്സിലോ പഠിച്ചൊരു 14 വയസ്സിലാണ് അഭിനയിക്കാൻ വന്നത്. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വീട്ടിൽ ചേച്ചിയെ നോക്കണം, അമ്മയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിക്കാൻ വന്നപ്പോൾ അവരെ ആദ്യമായിട്ട് നേക്കിലായിട്ട് അഭിനയിപ്പിക്കുകയും അവരെ ചതിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നൊക്കെ ഈ ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കാണുകയുണ്ടായി. അത് സാറ് കേട്ടിട്ടുണ്ടായിരുന്നു, ഈ ഷക്കീല വരുന്നു എന്ന് പറഞ്ഞ് അഭിനയിക്കുന്നതിന് മുമ്പ് സാർ ഇത് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അവരെ? കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നിന്ന് തിരിയാൻ സമയമില്ലാത്ത സമയങ്ങളാണ് ഇത്തരം സിനിമകൾ. ഇനി ഞാൻ പറഞ്ഞില്ല, എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ ആ സിനിമ ചെയ്യുന്ന പറയാം. എൻ്റെ കൂടെ തന്നെ പറയാം, ഞാൻ ആ സമയത്ത് ഡോക്യുമെൻ്ററി വരെ ഞാൻ പോയിട്ട് ഇതേപോലെ ഗോസ്റ്റ് ഡയറക്ടറായിട്ട് ചെയ്തിട്ട് നാഷണൽ അവാർഡ് വാങ്ങിയിട്ടുണ്ട്, കണ്ടിന്യൂസ് 3 വർഷം. അപ്പം ഞങ്ങൾക്ക് ഇതിലേക്ക് അത്രേ ഉള്ളൂ. കാരണം ഒരു സിനിമയ്ക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ആത്മാർത്ഥം തന്നെയാണ്. ഒരു ഷോർട്ട് ഫിലിമിനായിരുന്നാലും ഒരു ഡോക്യുമെൻ്ററിക്കായിരുന്നാലും. ഇതിനിടെ ദൂരദർശൻ സീരിയൽ ഇതേപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എത്ര ദിവസം ഡേറ്റ് ഉണ്ട്, ഞാൻ പറയടാ 4 ദിവസം ഫ്രീ ആണ്, ഞാൻ വീട്ടിലേക്കൊന്നും വരാൻ വേണ്ടിയിട്ട്. അവിടെ 4 ദിവസത്തേക്ക് ഒന്ന് വന്ന് ദൂരദർശനിൽ ഒരു പൈലറ്റാണ് എടുക്കുന്നത്, അവിടെയും ചെയ്ത് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ മറ്റ് വേറെ ബോട്ട്സ് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, കേട്ടാൽ തന്നെ ശരി, നല്ല കാര്യം, ഓക്കെ. കാര്യം അപ്പം നമുക്ക് എന്താ പറയുന്ന കിട്ടുന്ന സമയങ്ങളിൽ ഒന്ന് കമ്പനി കൂടാനും, മനസ്സിലായില്ലേ, ഫ്രണ്ട്സായിട്ടൊന്ന് കറങ്ങാനും ഒക്കെ നമ്മൾ സമയം കിട്ടുന്ന ഇതിൻ്റെ ഇടയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സമയം കൊണ്ടാണ്. കാര്യം നിങ്ങൾ കേൾക്കുന്നതിനേക്കാളും വളരെ എന്താ പറയുന്ന സങ്കടകരമായ ഒരുപാട് കഥകൾ ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങളുടെ ഡ്രൈവർമാർ പറയുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ബോയ്സ് പറയുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന പ്രൊഡക്ഷൻ മാനേജർമാരോ ഒന്ന് പറയുകയൊക്കെ കേൾക്കുമ്പോൾ
അതൊരു ഗോസിപ്പല്ല, ആ. മീൻസ് ലൈഫാണ് അവർ നമ്മളോട് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പങ്കാളികളായിട്ടുള്ള ആൾക്കാർ തന്നെ നമ്മളോട് ഇതിൻ്റെ യഥാർത്ഥ വേർഷനുകൾ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഇന്ന് നമ്മൾ കാണുന്ന ഇതിനകത്ത് നിങ്ങൾ തന്നെ എടുക്കുന്ന ഒരു 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 ന്യൂസ് ചാനൽ പോലെ തന്നെ നമുക്ക് ലൈവായിട്ട് ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ട് പലരുടെ അനുഭവ കഥകൾ. നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറയിൽ സാറ് പറഞ്ഞു എടാ ദിലീപ്, എടാ ലാൽ ജോസ് എന്നൊക്കെ എടാ വിളി വന്നു. അപ്പോൾ ഈ എടാ പോടാ ബന്ധമാണ് അവർ തമ്മിലുള്ള. തീർച്ചയായിട്ടും ലാൽ ജോസ് സാറോട്ട് സംസാരിച്ചപ്പോൾ അവരുടെ കാര്യം പറഞ്ഞു. അപ്പം ദിലീപായിട്ടിനോടുള്ള ഒരു ഞങ്ങൾ ഒരേ സമയം ഒരുമിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ ലൊക്കേഷനുകൾ പലയിടത്താണെങ്കിൽ പോലും ഡിസ്കഷനുകൾ ചിലപ്പോൾ മിക്കവാറൊക്കെ ഒരു റൂം ഒരു ഹോട്ടലിൽ തന്നെ ആയിരിക്കും. അവർ വേറെ ലൊക്കേഷനിൽ പോകും, ഞങ്ങൾ വേറെ ലൊക്കേഷനിലേക്ക് പോകും. പക്ഷെ ഞങ്ങളെല്ലാവരും കൂടെ അധിക ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ഇരിക്കാൻ പറ്റുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ചെന്നൈ പോലത്തെ ഒരു മഹാനഗരത്തിൽ ഉമാ ലോഡ്ജ് എന്ന് പറയുന്നൊരു ലോഡ്ജ്, പിന്നെ ജെമിനി കണ്ണൻ എന്ന് പറയുന്ന ആളിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെയും സുമനാർ സുമോഹൻ്റെ ഫ്ലാറ്റ്, സുമനാർ സുമോഹൻ നിർമ്മാതാവ് കൺട്രോളറായിട്ട് പുള്ളിയുടെ ഫ്ലാറ്റ്, ഈ 3 സ്ഥലങ്ങളിലായിരിക്കും ഞങ്ങൾ മാറി മാറി താമസിക്കുന്നത്. അപ്പോൾ അവിടെ പല റൂമുകളുള്ളതുകൊണ്ട് ഒരു ഫ്ലാറ്റ് ഞങ്ങളായിരിക്കും, മീൻസ് ഞങ്ങളുടെ ക്രൂ ആയിരിക്കും, ഒരു ഫ്ലാറ്റ് കമൽ സാറിൻ്റെ ക്രൂ ആയിരിക്കും. അങ്ങനെ ഒരു 5ഓളം സിനിമാക്കാരുടെ ക്രൂ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സിനിമകളുടെ മുഴുവൻ സംഗതികൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും. ഒരുമിച്ചിരുന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങുന്ന ബന്ധങ്ങളാണ്, മനസ്സിലായത്. പിന്നെ ആൾ നടനായി രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ദിലീപിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ സിനിമ തുടങ്ങുന്ന ഒരു പേപ്പറിലേക്ക് നമ്മൾ പേനെടുത്ത് വെക്കുന്ന പോലെ നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. അതിന് സമയക്രമമോ ഒന്നുമില്ല, ഇരിക്കാൻ പറ്റുന്ന അത്രയും സമയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. രാത്രി ഉറങ്ങാൻ പോകുന്ന അതിനൊന്നും കണക്കൊന്നുമില്ല. രാത്രി 12 മണിയാകുമ്പോൾ പറയാം എടാ കയറാ ഉറക്കം വരുന്നത്. അപ്പോൾ ഞാൻ പറയാം ഞാൻ ഇവിടെ വേണ്ട നീ വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ഒരു നീല പഴയ ഇൻസുസുക്കിയുടെ പുറകിൽ ഇരുന്ന് അയാളുടെ വീട്ടിൽ തന്നെ പോവുകയും അവിടെ കിടന്ന് ഒരു കട്ടിൽ കിടന്ന് ഉറങ്ങുകയും പിറ്റേന്ന് രാവിലെ എണീറ്റ് വരുന്ന വഴിക്ക് ചായ കുടിച്ചിട്ട് ഭക്ഷണം കഴിച്ച് തിരിച്ച് വീണ്ടും ഇതേപോലെ ഡിസ്കഷൻ. ദിലീപ് മാത്രമല്ല കേട്ടോ, ഹർഷി അശോകൻ ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്, നാദിർഷ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവരുടെ ആ സംഘങ്ങളായിട്ടുള്ള നല്ല ആരോഗ്യകരമായിട്ടുള്ള ബന്ധം അവിടെ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഒരു സിനിമ ഉണ്ടായി, അത് നമ്മൾ എന്താ പറയുക, അതൊക്കെ ഒരു വല്ലാത്ത എഫർട്ടാണ്. ആ പടം നന്നാവണമെന്നും ആ പടം ഓടണമെന്നും പടം വിജയിക്കണമെന്നും വാശികളുള്ള ഒരു സമയമാണ്. അതാണ് ദിലീപിൻ്റെ എഫർട്ടെന്ന് പറയുന്നത്. ദിലീപ് ഇന്നിങ്ങനെ ഈ രൂപത്തിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അയാളുടെ കഷ്ടപ്പാടെന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അത് ഞങ്ങളോട് മാത്രമല്ല കേട്ടോ, അയാൾ വർക്ക് ചെയ്യുന്ന ഏത് സിനിമയിലും പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എടാ കയറാ മറ്റേ സിനിമയുടെ ഡിസ്കഷൻ ഉണ്ട്, അങ്ങനെ അവിടെ പോയിട്ട് പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ കൂട്ടുകാർ അടുത്തേക്കുന്നത്. അപ്പോൾ പല പ്രശ്നങ്ങൾ സിനിമയിലുണ്ടാവാം, സിനിമ കിട്ടാതെ വരാം. ഇപ്പം മഞ്ജു വെച്ചായിട്ടുള്ള ഇഷ്ടം അതൊക്കെ ആദ്യം അറിയായിരുന്നു. ഈ അസിസ്റ്റന്റ് ഡയറക്ടറായ സമയത്ത് തന്നെ, ആ സമയത്താണ് ദിലീപേട്ടൻ കൊണ്ടുവന്നത് ഒരു പടത്തിൽ അഭിനയിച്ചതിന് ശേഷം. അപ്പോൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടം, മഞ്ജു വെച്ചായിട്ടുള്ള ഇഷ്ടമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, അതങ്ങനെ ഫുൾ ആൻഡ് ഫുള്ളി ഓപ്പൺ അപ്പ് ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരമ്പരാകളെ കുറിച്ചൊക്കെ പുള്ളിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതൊക്കെ വളരെ പെട്ടെന്ന് അങ്ങ് സംഭവിച്ചതാണ്. ഇപ്പോൾ മണിച്ചേട്ടനും ആ സമയം കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, കലഭവൻ മണിച്ചേട്ടൻ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഞാൻ കയറി സംസാരിക്കുന്നില്ല, കാര്യം നിങ്ങളുടെ നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ നിൽക്കട്ടെ. പക്ഷേ ദിലീപേട്ടനുള്ളൊരു ബോണ്ടിങ്ങിനിടയ്ക്ക് ഇപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ദിലീപേട്ടൻ്റെ പ്രശ്നങ്ങളല്ല, ഇപ്പം കുറേ പ്രശ്നങ്ങൾ നടന്നു, അതിന് ഏതെങ്കിലും ഒരു വിഷമം ചേട്ടനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു വലിയ പ്രഷറിന് പുറത്താണ് നിൽക്കുന്നതിൻ്റെ ആ ഒരു ചില കാര്യങ്ങൾ ഹിൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഞങ്ങളിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്നോട് അങ്ങനെ തുറന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ എന്നോട് പോലും പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. ഇങ്ങനെ നീ വിചാരിക്കും പോലെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില സത്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ പറയണ്ട, നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ തമ്മിലുള്ളതാണത്, വിശ്വാസം. അതെ. പക്ഷെ ഇപ്പോഴും ദിലീപേട്ടനെ കാണുമ്പോൾ ഇപ്പം അന്നും ഇങ്ങനെയായിരുന്നു, തല മുട്ടയടിച്ചുള്ളൊരു അഖിലേഷിലായിരുന്നു പല രൂപത്തിലും. ആണോ? ഇപ്പൊ ദിലീപേട്ടൻ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയോ? അറിയാനോ അറിയപ്പെടാ അക്കു അഖിലു ഇങ്ങനെയാണ് അവൻ എന്നെ വിളിക്കുന്നത്. അല്ലെങ്കിലും അങ്ങനെ അറിയോ? അക്കൊന്ന് വിളിക്കോ? കണ്ടാൽ ഈ ഒരു സമയത്തിൽ അല്ല ഈ ഒരു ഇതില് കണ്ടാൽ തിരിച്ചറിയുന്നു. അവാർഡ് നൈറ്റിനെ കാണുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ അത് വല്ല ഇപ്പം നമ്മളിൽ ഏറ്റവും തിക്ക് ഫ്രണ്ട്സ് വർഷങ്ങളായിട്ടുള്ള അത്ര അടുപ്പമുള്ള സംഗതി വരുമ്പോൾ ഞാനതൊരു ഫോർമാലിറ്റി ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലും ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ആദ്യം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു മുട്ടൻ തെറി പറഞ്ഞിട്ട് ബോണ്ടിങ് ആണത്.
ഇപ്പം ഇങ്ങനെ പോലും ഞങ്ങൾ പരസ്പരം ഇരിക്കാറില്ല. ഇങ്ങനെ കിടന്നിട്ടായിരിക്കാം, ഒരു കാല് വെച്ചിട്ടായിരിക്കാം. അത്രയ്ക്കുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ ഏത് തരത്തിലുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ബോണ്ടിങ് നിങ്ങൾ തമ്മിലുണ്ട്. ഒരു പരിധി വരെ ലിമിറ്റ് ഉണ്ട് അല്ലേ? ആ ലിമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വച്ചിരിക്കുന്നതാണ്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അറിയേണ്ട കാര്യം. ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ട് പറയാം. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലേ, പല കാര്യങ്ങളും ഹൃദയം തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ല. ചില കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് അത് പുള്ളിക്ക് തോന്നുന്നു അതെൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കുറേ കാര്യങ്ങൾ പറയേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്കിരുന്നപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു ചർച്ചയിലോട്ട് പോകണ്ട കാര്യം, അത് നിങ്ങൾ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് പറ്റത്തില്ല. ഒരുപാട് സംഗതികൾ പറയേണ്ടി വരും. അത് വേണ്ട. അല്ല, അതിന്റെ ആവശ്യമില്ല. നമുക്കിപ്പം ഇപ്പം സാർ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇന്റർവ്യൂ കൊടുത്തല്ലേ ഷക്കീലെ പരിചയപ്പെടുത്തിയ ഡയറക്ടറെ, ഇനി പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേന് ആ ഡയറക്ടറെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ കൊതിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. ആൾക്കാർക്ക് 100 കാര്യങ്ങളുണ്ട്. ഇല്ലെന്ന് ഇത് പിറകുന്നത് പഴയ കാര്യങ്ങളെ ഇപ്പൊ കൊണ്ടുവന്നോണ്ടിരിക്കുന്നത്. പഴയ പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യുന്നു, പഴയ സിനിമകൾ കൊണ്ടുവരുന്നു, റീ റിലീസിങ്, അങ്ങനെ വരുമ്പോൾ പുതിയ ആൾക്കാർ പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം മോശം പ്രവൃത്തിയാണ്, ഞാൻ പറയില്ല, അതേ പറയില്ല, എൻ്റെ തൊഴിലിന്റെ ഭാഗമാണ്. അതെ, ആയിരുന്നു, അതിപ്പോഴും അങ്ങനെ. പക്ഷെ അത് വമ്പൻ ഹിറ്റടിച്ചു, അത് അവിടെ ഹിറ്റടിച്ച് കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ സീരിയലിലേക്കാണ് സാർ നിൽക്കുന്നത്. അപ്പോൾ എന്റെ ഗുണമൊന്നും അല്ലെന്നേ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഫ്ലോപ്പ് സിനിമകളുണ്ട്, അട്ടർ ഫ്ലോപ്പ് സിനിമകളുണ്ട്, സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമകളുണ്ട്, 12 ദിവസം കൊണ്ട് തീർത്ത സിനിമകളുണ്ട്, 90 ദിവസം കൊണ്ട് തീർത്ത സിനിമകളുണ്ട്. അതൊക്കെ നമ്മുടെ ഫേറ്റ്, നമ്മുടെ കയ്യിലല്ല ഒന്നും. നമ്മൾ സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാ സിനിമകളും ഓടണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനകത്തേക്ക് ഇരിക്കുന്നതും പേന എടുക്കുന്നതും വർക്ക് ചെയ്യുന്നതും എല്ലാം. അതെ അതെ. പക്ഷെ എങ്കിലും 40-ൽ പരം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്ത സിനിമകൾ ഏതെങ്കിലും ഓർത്തു വെക്കാൻ പറ്റുമോ നമ്മുടെ പ്രേക്ഷകരോട്? അല്ല, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. കാര്യം ഒരു സമയത്തുള്ള ഞാനൊക്കെ സജീവമായിട്ട് സിനിമയിൽ നിൽക്കുന്ന സമയത്ത് ട്രെൻഡുകളായിരുന്നു പലതും. മീൻസ് ചെറിയ ആൾക്കാരുടെ സിനിമ, അല്ലെന്നുണ്ടെങ്കിൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ മാത്രം വെച്ചുള്ള കുറേ സിനിമകൾ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹിറ്റ് സിനിമയുടെ പിൻബലത്തിൽ ചെയ്തെടുക്കുന്ന ഒരേ അച്ചിലുള്ള കുറേ സിനിമകൾ, ഇതിനിടയ്ക്ക് ഓർത്തു വെക്കാൻ മാത്രമായിട്ടുള്ള. അതിപ്പോൾ ഞാനില്ല ആലോചിച്ച ഈ ഭാരതപ്പുഴയുടെ കരയിൽ ഇങ്ങനെ രാത്രി ആകുമ്പോഴത്തേക്കും വർക്ക് തുടങ്ങുന്നതിനും 2 ദിവസം മുന്നേ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, 2-3 ദിവസം. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊന്നുമല്ല ഞങ്ങളുടെ മനസ്സിലുള്ള സിനിമകളെന്ന് പറയുന്നത്. ശരിക്കും ഞങ്ങൾ അന്ന് മനസ്സിൽ കണ്ട സിനിമകളാണ് ഇന്നിവിടെ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്തെ സിനിമകൾ. പക്ഷെ അന്ന് ഞങ്ങൾ ചെയ്തതും മോശം സിനിമയാണെന്ന് ഒരു കാരണവശാൽ ഞങ്ങൾ പറയില്ല. കാരണം അന്ന് അതായിരുന്നു ആവശ്യം. അന്ന് അവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ സിനിമ. എത്തിപ്പെടാത്ത സിനിമകൾ എന്ന് പറയുന്ന വേറൊരു ഓണറിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അവിടെ നമുക്ക് തൊടാൻ പറ്റില്ലായിരുന്നു. അല്ല, പ്രേമലു പോലത്തെ സിനിമയൊക്കെ ചെറിയ ബഡ്ജറ്റാണ്, അതൊക്കെ ഭയങ്കര ഹിറ്റടിച്ച സിനിമകളാണ്. പ്രേമലു, നിങ്ങളുടെ സിനിമ വാഴ, അതൊക്കെ ഹിറ്റടിച്ച സിനിമകളാണ്. ബഹുമാനം തോന്നാണ്. കുമ്പളങ്ങി നൈറ്റ്സ്, പ്രേമലു, ആവേശം, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അതിശയമാണ് തോന്നുന്നത്. അത് കാണുമ്പോഴത്തേക്കാണ് നമുക്കൊരു സമാനം. എനിക്കൊരു സമാനം വരുന്നത്, നമ്മളില്ലാത്തതിന്റെ കുറവ് ബാധിച്ചില്ല, പുതിയ പിള്ളേരുടെ കാലിൽ തൊട്ട് തോന്നുന്നത്. നമുക്ക് സന്തോഷം തോന്നുന്നതാണ്. കാര്യം ഇങ്ങനെ മലയാള സിനിമ മാറിയല്ലോ എന്നുള്ളത്. മറ്റത് മറ്റേ എന്താ പറയുക, ഒരു കയറിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു അച്ചുകൊണ്ടിൽ കിടന്ന് കറങ്ങുകയായിരുന്നു ഒരു സമയത്ത് മലയാള സിനിമ. അതൊക്കെ മാറി, എല്ലാ പാറ്റേണുകളും മാറി, എല്ലാം ബ്രേക്ക് ചെയ്യപ്പെട്ടു. മലയാള സിനിമ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലായിടത്തും ട്രെൻഡ് വേറെയാണ് കേട്ടോ. അറിയുന്നില്ല എന്നതുള്ള മാറ്റം ഇപ്പോഴല്ല, ഇതിനു മുന്നേ വരേണ്ടതായിരുന്നു. പിന്നെ എല്ലാത്തിനും ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ മാറിക്കൊടുത്തല്ലേ പറ്റുള്ളൂ. പ്രേക്ഷകരോട് പറയാനുള്ളത്, സാറ് വിചാരിക്കും ഇവൻ എന്നെ ഷക്കീലെ ടാർഗറ്റ് ചെയ്ത് മാത്രമാണല്ലോ ചോദിക്കുന്നത്. അല്ല, സാർ ഇപ്പോൾ സീരിയലിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ മാനത്തെ കൊട്ടാരം സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഉഗ്രനൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ലൊക്കേഷനിൽ വന്നിട്ട് പോലും സാറിന് എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മാതിരി തിരക്കായിരുന്നു, വായിട്ടിട്ടുണ്ട്. അതിലെന്ത് കഥാപാത്രമാണ് ചെയ്യുന്നത്? സാറിൻ്റെ ഫസ്റ്റ് സീരിയലാണോ അതോ അതിന് മുന്നേ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാനത്തെ കൊട്ടാരം കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒട്ടും താല്പര്യമില്ലാത്ത പണിയാണ് എനിക്ക്. അഭിനയം മറ്റൊന്നുമല്ല, എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഈ അഭിനയിക്കുന്ന സമയം ഒഴികെ ബാക്കി വെറുതെ സമയം നഷ്ടപ്പെടുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ താല്പര്യമില്ലാതെ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, താല്പര്യമുള്ള ഒരുപാട് പേര് ഇപ്പുറത്തേക്ക് മാറിയിരിക്കുന്നുണ്ട്. അതെ, ഒരു വേഷം ചെയ്യണമെന്ന്, അതിലൂടെ അറിയപ്പെടണം എന്നൊക്കെയുള്ള. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പ്രൈവസി പോവുകയാണ്. എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംവിധായകനും നടനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും. ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേക്കാം. ഒരു സംവിധാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്നു, ആ ഡൗട്ട് എനിക്ക് കൃത്യമായിട്ടറിയാം. ഇത് മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേൾക്കുന്നു, ഇതിൻ്റെ ഡൗട്ട് എനിക്ക് അറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നാടകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാടകം ഇപ്പോഴും നാടകം ചെയ്യുന്ന ഒരാൾ, ലൈവായിട്ട് ചെയ്യാൻ ഇഷ്ടമല്ലേ?
അതിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നാടകത്തിന് വേണ്ടിയിട്ട് വിളിച്ചു പക്ഷേ സാറിന് നന്നായിട്ട് ചെയ്യും. ഞാൻ ആ ലൊക്കേഷനിൽ വന്നപ്പോൾ 1-2 സീൻസ് ഞാൻ കണ്ടു. സാർ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത്. രാഷ്ട്രീയ പഠിച്ച് നേതാവിന്റെ. ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്കത് ഒരു ഡയലോഗ് പറയുന്നത് കേട്ടിട്ട് അത് എങ്ങനെ പറയണമെന്നും ഏതാണ് അതിൻ്റെ ട്രെൻഡെന്നും ചെയ്യുമ്പോൾ ഏത് പ്രവൃത്തിയോടും ഒരു ആത്മാർത്ഥത നമുക്കുണ്ട്. 100% ആത്മാർത്ഥത പ്രവൃത്തിയിട്ട് നമ്മളത് പോകും. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നിശ്ചയിക്കേണ്ട സംവിധായകനാണ്. അപ്പോൾ ഞാൻ പറയില്ല, എന്നെ അഭിനയിക്കാൻ വേണ്ടി ആര് വിളിച്ചാലും സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോകും. ഒരു പാസിങ് ഷോട്ടിന് വിളിച്ചാൽ പോലും ഞാൻ പോകും. കാര്യം അതിന് യോഗ്യനാണ് ഞാനെന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ എന്നെ വിളിക്കുക. അല്ലാതെ വലിയ വേഷമേ ചെയ്യൂ, ചെറിയ വേഷമേ ചെയ്യുള്ളൂ, അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. പിന്നെ ഇതിൻ്റെ അത് അഭിനയൻ്റെ തൊഴിലില്ലാത്തതുകൊണ്ട് ഞാൻ ചാൻസ് ചോദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സംവിധായകനായിട്ട് നടക്കുന്ന ഞാൻ ഇപ്പോഴും ആൾക്കാരോട് ചാൻസ് ചോദിക്കുന്നുണ്ട്. ഓരോ ചാനലും വിളിച്ചിട്ട് സാർ അടുത്ത ചാൻസ് എനിക്ക് തരണേ. ചാൻസ് ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ നമുക്കാണെങ്കിൽ അമിതാഭ് ബച്ചൻ ആണെങ്കിൽ പോലും ചാൻസ് ചോദിച്ചത് വളർന്നുകൊണ്ട് അതിനെനിക്ക് ബുദ്ധിമുട്ടില്ല. വേഷങ്ങൾ എങ്ങനെ എന്നിലേക്ക് വേഷങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ സ്നേഹ നിർബന്ധങ്ങളും ചാനലിലേ നമ്മൾ വിളിച്ചിട്ട് ഇങ്ങനെ അടുത്ത പ്രോജക്റ്റ് എൻ്റെ പേര് മറന്നു പോലും എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒഴിവാക്കാനും പറ്റില്ല, ഒഴിവാക്കാതിരിക്കാനും പറ്റില്ല. പക്ഷേ ഞാൻ ഫ്രീ ആണെന്നുള്ള ആരും അറിയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കുറച്ച് ദിവസത്തേക്ക് ഫ്രീ ഇല്ലേ, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു സീരിയലിൽ ഒരു വേഷമുണ്ട്, അതൊന്ന് കയറി ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ അവിടെ പെട്ടു, പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എന്നെ അവർ പെടുത്തി. അതെ, സാറിന് ഇനിയും സാറിൻ്റെ കൂടെ ഒരു വട്ടോടെ ഇരിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഇനിയും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ നമ്മുടെ സമയങ്ങൾ കുറച്ചധികം സാറിനെ എടുത്തു തന്നെ എനിക്കറിയാം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, കേരളക്കരയ്ക്ക് ഇതാ തന്നിരിക്കുന്നു, കിന്നാരത്തുമ്പിലെ ഡയറക്ടർ ഇതാ നേരിട്ട് തന്നിരിക്കുന്നു, കണ്ടോളൂ. അല്ലല്ല തിരുത്തണ്ട, അത് ഞാനല്ല. എന്താണ് ഗോസ്റ്റ് അല്ലേ? ഗോസ്റ്റ് ഡയറക്ടർ. ഗോസ്റ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന സാറല്ലേ? ഗോസ്റ്റ് ഡയറക്ടർ അല്ലേ? അപ്പൊ അതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ജെ ആർ പ്രസാദ് സാറിന്റെ കൂടെ എപ്പോഴും കൂടെ സാറും ഉണ്ടായിരുന്നു ആ സിനിമയിൽ. 22 സിനിമകളിൽ ഗോസ്റ്റ് ഡയറക്ടർ ആയിരുന്നു. 22 ഡയറക്ടേഴ്സിന്റെ പിന്നിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ എങ്കിലും അതിന്റെ ഒന്നാമത്തെ ഡയറക്ടർ താങ്കളുമായിരുന്നു അതിനകത്ത്. അപ്പൊ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വൻ ഹിറ്റ് സിനിമകളിൽ എനിക്ക് അതിന്റെ ഇതിപ്പോ നിങ്ങളെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അത് മോശമായി പോയി എന്ന് പറഞ്ഞിട്ട് നാളെ ഇല്ല. ബിഹൈൻഡ് ദ ക്യാമറ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ചോദിക്കേണ്ടതാത്ത് ചോദിക്കേണ്ട എന്നുള്ളത്. അതുകൊണ്ടാണ് അതൊന്നും ചോദിക്കാം. അപ്പൊ സാർ നമ്മുടെ മൂവികളുടെ മിനി സ്ക്രീനിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എന്ത് പറയാൻ, സാറിന്റെ ഇപ്പോഴത്തെ ഇനി പുതിയ കരിയർ സീരിയലിലേക്ക് വന്നുകൊണ്ടിരിക്കുക, ആ കഥാപാത്രത്തെ കുറിച്ച് പറയാം. ഇപ്പൊ സപ്പോർട്ടുണ്ട്, മാനത്തെ കൊട്ടാരം സീരിയൽ സപ്പോർട്ടുണ്ട്. അതിൽ ആ കഥാപാത്രത്തെ കുറിച്ച് ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ ഇനിയും കൂടുതൽ ആൾക്കാർ കാണട്ടെ സാറേ. കരുണാകരക്കുറുപ്പ് XMLA എന്നുള്ളതാണ് കഥാപാത്രത്തിന്റെ പേര്. സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരു ക്യാരക്ടർ. നേടാൻ വേണ്ടി എന്തും ചെയ്യും. അയാളുടെ കാര്യസാധ്യത്തിന് വേണ്ടി അയാൾ എന്തും ചെയ്യുന്ന, ആരുടെ കാല് പിടിക്കാനോ, ഒന്നും മകനാണെങ്കിൽ പോലും കാല് പിടിച്ചിട്ടെങ്കിലും കാര്യം സാധിക്കും എന്ന് പറയുന്ന വളരെ ലൗഡറായിട്ടുള്ളൊരു ക്യാരക്ടർ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നത്. ഞാൻ ഒതുക്കിയിട്ടല്ല ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ക്യാരക്ടറിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. ബാക്കിയുള്ള എല്ലാ ക്യാരക്ടറിനും ഒരു സ്വഭാവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ക്യാരക്ടറാണത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ലൗഡറായിട്ട് ഇനി ചെയ്യാൻ പറ്റുന്നു. അതിനുള്ള സ്വാതന്ത്ര്യ സംവിധായകനും എഴുത്തുകാരും ചാനലും തരുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ എനിക്കത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നേരം നമ്മോടൊപ്പം പല പല കാര്യങ്ങൾ പറഞ്ഞു, പലതൊക്കെ അറിയാത്ത കാര്യങ്ങൾ കുറച്ചും കൂടെ പ്രേക്ഷകരിലേക്ക് എത്തി. വളരെ സന്തോഷം സാറേ. ഇനി നമ്മൾ ഒരു വട്ടോടെ ഇരിക്കും. അടുത്തൊരു സിനിമ എടുത്തതിന് ശേഷം നമ്മൾ ഇരിക്കും ഉറപ്പായിട്ടും. സീരിയൽ നന്നായിട്ട് പോട്ടെ, ഒരു 1000 എപ്പിസോഡ് പോട്ടെ. സിനിമ ചെയ്യാൻ പേടിയുള്ളതുകൊണ്ടല്ല, ഇപ്പം എനിക്ക് എൻ്റെ ഒരു അഭാവം സിനിമ ഇല്ലാത്തത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് സിനിമ ചെയ്യാത്തത്. ഈ അഭാവം മാറുമ്പോൾ സാറേ, അഭാവം മാറുമ്പോൾ ന്യൂ കമ്പറായിട്ട് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറിന് ഇന്റർവ്യൂ എടുത്ത ഒരാളുണ്ട്, അനീഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിയോട് വിളിക്കാൻ മറക്കരുത്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് സാർ. എൻ്റെ പേര് പറഞ്ഞത് വളരെ സന്തോഷം. എല്ലാവിധ ഭാവങ്ങളും തരുന്നു. താങ്ക് യു സോ മച്ച് സാർ.